വളരെ വേഗത്തിൽ 2025 തൊട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് നമ്മൾ ഫുൾ ഒന്ന് വായിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് പൊക്കോ കേട്ടോ. നോട്ട്സ് നിങ്ങൾ ജസ്റ്റ് എഴുതി പൊക്കോളുക. ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത ക്ലാസ്സോട് നിങ്ങൾക്ക് തരാം. അപ്പൊ ഇടയ്ക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ 2025 ജനുവരി, നമ്മൾ ജനുവരി ഫെബ്രുവരി അങ്ങനെ മാക്സിമം എടുത്ത് തീർക്കാൻ പറ്റും, അത്രയും തീർക്കുന്നതാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് 2025 UN ആചരിക്കാൻ തീരുമാനിച്ചത് എന്താണെന്നുള്ളതാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 2025 UN ഏത് വർഷമായിട്ടൊക്കെ ആചരിക്കാൻ തീരുമാനിച്ചു? അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചായിരുന്നു. അപ്പൊ 2025 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഹിമാനികളുടെ സംരക്ഷണത്തിന് അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. ജസ്റ്റ് ഓർത്തോണം, സഹകരണ വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കാനും എന്ത് ചെയ്തിട്ടുണ്ട്? 2025 അങ്ങനെ ആചരിക്കാൻ UN തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കാനും UN തീരുമാനിച്ചു. അപ്പൊ ഇത്രയും നിങ്ങൾ ഓർത്ത് വെച്ചോണം. സഹകരണ വർഷം, ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി അന്താരാഷ്ട്ര വർഷം, ഇങ്ങനെ ആചരിക്കാൻ UN തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോണം. ഇത്ര ഓക്കെ അല്ലേ? അടുത്ത നമ്മളൊരു പദ്ധതിയാണ് പഠിക്കുന്നത്. പദ്ധതിയുടെ പേര് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പഴയ ആളുകളൊക്കെ ഇത് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഞാൻ ഈ പറയാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് ഒക്കെ ആദ്യം തൊട്ടേയുള്ള ആളുകൾ കേട്ടിട്ടുണ്ടാവും. പുതിയ ആളുകൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കാൻ സാധ്യത കുറവാണ്. ഓക്കെ. വിവാദ കെ വിശ്വാസ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വിവാദ കെ വിശ്വാസ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. വിവാദ കെ വിശ്വാസ് എന്ന് പറയുന്ന പദ്ധതി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിച്ചാൽ നികുതിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് എന്ന് ഓർത്തു വെച്ചാൽ. വിവാദ കെ വിശ്വാസ് പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് നികുതിയുമായിട്ടാണ് എന്ന് ഓർത്തോണം. ഇനി 2025 ഒരു പുരസ്കാരമാണ് നമ്മൾ നോക്കുന്നത്. 2025 ഹരിവരാസനം പുരസ്കാരം. 2025 ഹരിവരാസനം പുരസ്കാരം ആർക്കാ ലഭിച്ചത്? നിങ്ങൾക്ക് അറിയായിരിക്കും. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്, അല്ലെ? ട്രാവൻകൂർ ദേവസ്വം ബോർഡാണ് ഈ ഹരിവരാസനം പുരസ്കാരമൊക്കെ കൊടുക്കുന്നത്. ആ ഹരിവരാസനം പുരസ്കാരം 2025 ആർക്ക് കിട്ടിയിരിക്കുകയാണ്? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് കിട്ടിയിരിക്കുകയാണ്. ജസ്റ്റ് നമ്മൾ 2024 നോക്കണം. 2024 ഈ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് വീരമണിദാസനാണ്. ആർക്കാണ്? വീരമണിദാസനാണ് 2024 എന്ത് ലഭിച്ചത്? ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 2025 ആരാ? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും. 2024 ആരാണ്? വീരമണിദാസനും. ഓക്കെ ആണ്. ഇനി സംസ്ഥാനത്ത് ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടാ വരുന്നത്? ആയത് സ്കിൻ ബാങ്ക്, അല്ലെ? സ്കിൻ മീൻസ് ത്വക്ക്. സ്കിൻ ബാങ്ക് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് തിരുവനന്തപുരത്താണ് വരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അവിടെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സ്കിൻ ബാങ്ക് വരുന്നത് എന്ന് ഓർത്തോണം. ഓക്കെ ആണ്. അപ്പൊ സംസ്ഥാനത്തെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടാ വരുന്നത്? തിരുവനന്തപുരത്താണ് വരുന്നത് എന്ന് ഓർത്തു വെക്കണം. ക്ലിയർ? ഇനി 2025-26 വർഷത്തെ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് അവാർഡ് ലഭിച്ച സ്ഥാപനം ഏതാണ്? അവാർഡിന്റെ പേരെന്താണ്? ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് അവാർഡ്. 2025-26 വർഷത്തെ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് അവാർഡ് ലഭിച്ച സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സെയിൽ ആണ്. സെയിൽ അല്ലെങ്കിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിനാണ് എന്ത് ലഭിച്ചത്? രാജ്യത്തെ അല്ലെങ്കിൽ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് അവാർഡ്. 2025-26 ആർക്ക് ലഭിച്ച്? നമ്മുടെ സെയിലിന് ലഭിച്ച്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ലഭിച്ച്. ഓക്കെ. ഇനി അടുത്ത ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം ഏതാണ്? ഇവിടെ NVS 02 ആണ്. NVS 02. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം എന്ന് ചോദിച്ചാൽ NVS 02 ആണ്. 2025 ജനുവരി 29 ഈ വിക്ഷേപണം നടന്നത്. അപ്പൊ NVS 02 എന്നാ വിക്ഷേപിച്ച? 2025 ജനുവരി 29 NVS 02 വിക്ഷേപിച്ചത്. GSLV F-15 ആണ് വാഹനം. GSLV F-15 ആണ് വാഹനം എന്ന വിക്ഷേപിച്ചത് 2025 ജനുവരി 29. ഇത്ര ഓക്കെയാണ്. സെറ്റായിട്ട് മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ അടുത്തയിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പ്രോജക്റ്റ് വിസ്താർ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചത് വിവാദ കെ വിശ്വാസ് പദ്ധതിയാണ്. അത് നികുതിയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പ്രോജക്റ്റ് വിസ്താർ എന്ന് പറയുന്ന പദ്ധതി നമ്മൾ എന്താണ്? കൃഷിക്കാരുമായിട്ട് കണക്ട് ചെയ്യാം.
കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. മനസ്സിലായോ? അതായത് നൂതന സാങ്കേതിക വിദ്യയിലേക്കും ഉപദേശക സേവനങ്ങളിലേക്കും കർഷകർക്ക് മെച്ചപ്പെട്ട പ്രവേശനം നൽകുകയും ഡിജിറ്റലൈസേഷനിലൂടെ ഇന്ത്യയുടെ കാർഷിക വിപുലീകരണ സംവിധാനത്തിന്റെ കാര്യക്ഷമമായ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് വിസ്താർ. അപ്പൊ ഇത്രയേ ഉള്ളൂ. പ്രോജക്റ്റ് വിസ്താർ എന്ന് പറയുന്നത് കർഷകർക്കാണ്. അവർക്ക് എന്തിലേക്ക്? ഈ പുതിയ സാങ്കേതിക വിദ്യകളിലേക്കും അതുപോലെ ഉപദേശക സേവനങ്ങളിലേക്കും ഡിജിറ്റലൈസേഷനിലൂടെ പ്രവേശനം നൽകാനുള്ള പദ്ധതിയാണ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് വിസ്താർ എന്ന് പറയുന്നത്. ഏതാണ്? പ്രോജക്റ്റ് വിസ്താർ. ഓക്കെ. ഇനി ബഹിരാകാശത്ത് ആദ്യമായി പയർവിത്ത് മുളപ്പിക്കൽ പരീക്ഷണം വിജയിപ്പിച്ച സ്പാഡെക്സ് വിക്ഷേപണ പേടകം ഏതാണ്? സ്പാഡെക്സ് എന്ന് പറയുന്ന എന്താണ് വിക്ഷേപണ പേടകം OM4 ആണ്. ഏതാണ്? OM4 ആണ്. എന്താണ് ബഹിരാകാശത്ത് ആദ്യമായിട്ട് പയർവിത്ത് മുളപ്പിക്കാനായിട്ട് പരീക്ഷണം വിജയിപ്പിച്ച സ്പാഡെക്സ് പരീക്ഷണമാണ് ഏതെന്ന് പറയുന്നത് OM4. അത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്ത ചോദ്യമല്ലേ? എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ചോദ്യമാണല്ലോ. യെസ്. ഇനി അടുത്ത ഒരു ചോദ്യം ഇത് പറയുന്നത് അർബുദ രോഗ ബാധിതയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പി കുത്തിവെക്കാവുന്ന ഹൈഡ്രോജൻ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? ഒന്നുകൂടെ ഞാൻ പറയാം. അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തുന്നു, അതിനുശേഷം അതിനെ നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവെക്കാവുന്ന ഹൈഡ്രോജെൽ വികസിപ്പിച്ച സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ IIT ഗുവാഹത്തിയാണ്. ഏതാണ്? IIT ഗുവാഹത്തിയാണ് എന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ. ഇവിടെ ഇനി 63ാമത് സ്കൂൾ കലോത്സവ വേദി ഏതാണ്? എവിടെയാണ് 63ാമത് സ്കൂൾ കലോത്സവ വേദി? എവിടെയാ? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് എന്ത് നടന്നത്? 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത്. അതുപോലെ 2025 സരസ് മേള നടന്ന എവിടാന്ന് ചോദിച്ചാൽ അറിയാം, ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ് 2025 സരസ് മേള. അപ്പൊ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരമായിരുന്നു. 2025 സരസ് മേള എവിടെയാണ് നടന്നത്? ചെങ്ങന്നൂരിലാണ്. ഇനി അടുത്തൊരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ഓർത്തു വെച്ചോണം. ഡോക്ടർ R ചിദംബരം. ആളുടെ പേരെന്താണ്? ഡോക്ടർ R ചിദംബരം. ഈ ഡോക്ടർ R ചിദംബരം 2025 നമ്മളെ വിട്ടുപോയ മനുഷ്യനാണ്. 2025 നമ്മളെ വിട്ടുപോയ അല്ലെങ്കിൽ 2025 ജനുവരിയിൽ അന്തരിച്ച ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത് ഡോക്ടർ R ചിദംബരം. ഡോക്ടർ R ചിദംബരം. ഇനി ഇദ്ദേഹം ഏത് മേഖലയിൽ പ്രസിദ്ധനായ വ്യക്തിയായിരുന്നു? ഇദ്ദേഹം ഒരു ആണവ ശാസ്ത്രജ്ഞനായിരുന്നു എന്ന് ഓർക്കണം. അപ്പൊ ഡോക്ടർ R ചിദംബരം ഏത് മേഖലയിലുള്ള വ്യക്തിയാണ്? ആണവ ശാസ്ത്രജ്ഞനാണ് എന്ന് ഓർക്കുക. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നമുക്ക് അറിയാവുന്ന ചോദ്യം, ഒരു പദ്ധതിയാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതി നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്, ഇനി അങ്ങോട്ടൊന്ന് പഠിക്കാനുണ്ട്. അങ്ങനെ ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് മഹാഭാരത് വാതിക. മഹാഭാരത് വാതിക എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ഈ മഹാഭാരത് വാതിക എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. മഹാഭാരത് വാതിക എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാ? ഉത്തരാഖണ്ഡ്. എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് മഹാഭാരത് വാതിക എന്ന് ചോദിച്ചാൽ വനസംരക്ഷണത്തിനായിട്ടുള്ള പദ്ധതിയാണ്. അപ്പം വനസംരക്ഷണത്തിനായിട്ട് ഉത്തരാഖണ്ഡ് സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഏത്? മഹാഭാരത് വാതിക. മഹാഭാരത് വാതിക. ഇനി അടുത്തത് 63ാമത് സ്കൂൾ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുമാണ്. അതായത് 2023 സ്കൂൾ കലോത്സവത്തിൽ പുതുതായിട്ട് കുറച്ച് ഗോത്ര നൃത്ത രൂപങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു. ആ ഗോത്ര നൃത്ത രൂപങ്ങളുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ മംഗലം കളി ഒന്നെന്താണ്? മംഗലം കളി. മലപ്പുലയ ആട്ടം, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതാണ്. മംഗലം കളി, മലപ്പുലയ ആട്ടം, പാലിയം നൃത്തം, ഇരുള നൃത്തം, പണിയ നൃത്തം. ഒന്നുകൂടെ പറയാം. മംഗലം കളി, മലപ്പുലയ ആട്ടം, പാലിയ നൃത്തം, പണിയ നൃത്തം, ഇരുള നൃത്തം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വേറൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുണ്ട്. ആ യുദ്ധക്കപ്പലുടെ പേര് ചോദിച്ചതാണ് PSC. INS നീലഗിരി, സൂററ്റ്, വാക്ഷിയർ. ഏതൊക്കെയാണ്? നീലഗിരി, സൂറത്ത്, വാക്ഷിയർ. 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുകളാണ് ഇതെല്ലാം. ഓർത്തോ? സെറ്റായിട്ട് മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക. വനപരിസ്ഥിതി വ്യവസ്ഥയിൽ, വന
പരിസ്ഥിതി വ്യവസ്ഥയെ ഹരിത GDP-യുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? വന പരിസ്ഥിതി വ്യവസ്ഥയെ ഹരിത GDP-യുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. ഏതാണ്? ഛത്തീസ്ഗഡ്. ഓക്കെയാണ്. ഞാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് എന്താണ് നേരത്തെയൊക്കെ നമ്മൾ കുറച്ചൊക്കെ കേട്ടിട്ടുള്ള ചോദ്യങ്ങളാണിത്. മാത്രമല്ല ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് പിന്നീട് ഇരുന്ന് കേൾക്കുകയും ചെയ്യായിട്ട്. ഇത്രയും ഇങ്ങനെ മതിയോ, അതോ കുറെ കൂടെ റിപ്പീറ്റ് ചെയ്യണോ? പുതിയ ആളുകളെന്ന് പറഞ്ഞേ. പാർവതിയും സവിതയും ആശിഷയും അഷിതയൊക്കെ എന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നില്ലേടേ നിങ്ങൾ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അത് ആരെങ്കിലും കേൾക്കുന്നുണ്ട് സവിത? ആ പറയും. ഇങ്ങനെ വായിച്ചാൽ മതിയോ? ഞാനിത് വായിച്ചങ്ങ് വിടുകയാണ്, ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിലേ അല്ല. എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. പിന്നീട് ഒന്ന് റിവൈസ് ചെയ്താൽ നിങ്ങൾ റഫ് നോട്ടെങ്കിലും എഴുതിയാൽ മതി. റഫ് നോട്ട് എഴുതി ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് ഓർത്തെടുക്കുക, വീണ്ടും ഓർത്തെടുക്കുക. മനസ്സിലായോ? അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ, ഏതെങ്കിലും ചോദ്യത്തിന്റെ ഇത് കിട്ടുന്നില്ലെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. ഇത്രയും ക്ലാസ് വീണ്ടും നിങ്ങൾ അരമണിക്കൂർ നമ്മൾ പറയും. ഈ അരമണിക്കൂർ വീണ്ടും കേൾക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങൾ നോട്ട് എഴുതിയതിനു ശേഷം അതിൽ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഞാനപ്പോൾ എന്ത് ചെയ്യുന്നതാണ്, അത് ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ. അവ നീലഗിരിയും സൂറത്തും വാക്ഷീറും ഒക്കെയാണ്. അടുത്തത്, വനപരിസ്ഥിതി വ്യവസ്ഥയെ ഹരിത GDP-യുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ചോദ്യം എന്താണ്? വന പരിസ്ഥിതി വ്യവസ്ഥയെ ഹരിത GDP-യുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഈ ചോദ്യം ഉറപ്പായിട്ട് പഠിക്കണം. കാരണം നമുക്ക് എപ്പോഴും വനം എന്ന് കേൾക്കുമ്പോൾ ഓപ്ഷനിൽ ചോദ്യകർത്താവ് തരാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം ഏതായിരിക്കും? ഇവിടെ മധ്യപ്രദേശ് ആയിരിക്കും. മധ്യപ്രദേശ്. അപ്പൊ നമുക്ക് വനം ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്ത വരും. അല്ല, അങ്ങനെ ചിന്തിക്കേണ്ട. ഛത്തീസ്ഗഡ് ആണ്. വന പരിസ്ഥിതി വ്യവസ്ഥയെ ഹരിത GDP-യുമായി ബന്ധിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ വന സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊരു പദ്ധതി പഠിച്ചു, മഹാഭാരത് വാതിക. ആ മഹാഭാരത് വാതിക എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതായിരുന്നു? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡാണ്. അപ്പം ഈ രണ്ട് ചോദ്യം ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ വെച്ചോണം. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 2030 കൂടി ശൈശവ വിവാഹം നിർത്തലാക്കാനായിട്ട് ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം ഏതാണ്? 2030 കൂടി ശൈശവ വിവാഹം നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ ആരംഭിച്ചത് നമ്മുടെ ഒരു അയൽ രാജ്യമാണ്. രാജ്യത്തിന്റെ പേര് നേപ്പാൾ. മനസ്സിലായോ? നേപ്പാൾ ആണ് എന്ന് ഓർത്തു കൊടുക്കാം. ഇനി അടുത്തത് ഒരു പദ്ധതിയാണ്, ഒരു ബാങ്ക് ആരംഭിച്ച പദ്ധതിയാണ്. പദ്ധതി ഞാൻ പറയാം. ഹർ ഘർ ലക് പദ്ധതി. പദ്ധതിയുടെ പേര് ഒന്നുകൂടെ കേട്ടോ. എന്താണ് പദ്ധതിയുടെ പേര്? ഹർ ഘർ ലക് പദ്ധതി. ഹർ ഘർ ലക് പദ്ധതി എന്ന് പറയുന്ന നിക്ഷേപ പദ്ധതി ആരംഭിച്ച ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ SBI ആണ്. SBI ആണ് ഹർ ഘർ ലക് പദ്ധതി എന്ന് പറയുന്ന നിക്ഷേപ പദ്ധതി ആരംഭിച്ച ബാങ്ക് SBI ആണ്. ഓക്കെ. അടുത്തൊരു ചോദ്യം. നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് മറ്റൊരു ബാങ്കുമായിട്ട് ലയിക്കാൻ തീരുമാനിച്ചു. ആ ബാങ്കിന്റെ പേരാണ് കോസ്മോസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ലയിക്കാൻ പോകുന്നത് ഏത് ബാങ്കിൽ? കോസ്മോസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലാണ് എന്ന് ഓർക്കുക. ക്ലിയർ ആണ്? ഇനി രണ്ട് ചോദ്യം പഠിച്ചോളാം. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ്. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് 2025 വേദി എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഭുവനേശ്വറാണ്. എവിടെയാണ്? ഭുവനേശ്വർ. ഇനി 2025 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച വ്യവസായി ആര് എന്ന് ചോദിച്ചാൽ രാമകൃഷ്ണൻ ശിവസ്വാമിയാണ്. അപ്പൊ പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഭുവനേശ്വറാണ്. 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഭുവനേശ്വറാണ്. ഇനി 2025 നൽകിയ പ്രവാസി ഭാരതീയ പുരസ്കാരം ആർക്ക് ലഭിച്ച്? രാമകൃഷ്ണൻ ശിവസ്വാമിക്ക് ലഭിച്ച്. ആർക്കാണ് ലഭിച്ച? രാമകൃഷ്ണൻ ശിവസ്വാമിക്കാണ് ലഭിച്ചത് എന്ന് ഓർത്തോണം. ഇനി ഗ്രാമീണ ഭാരത് മഹോത്സവ് 2025. ഗ്രാമീണ ഭാരത് മഹോത്സവ് 2025 വേദി അതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഗ്രാമീണ ഭാരത് മഹോത്സവ് 2025 വേദി എവിടാന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ 2025 ഗ്രാമീണ ഭാരത് മഹോത്സവ്
അത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആരാണ്? നരേന്ദ്രമോദി. ഇത്രയും ഓക്കെയാണോ? വീണ്ടും നമ്മൾ പോകുന്നത് ഒരു പദ്ധതിയിലേക്കാണ്. ഈ പദ്ധതിയുടെ പ്രത്യേകത, ഇത് CAG ആരംഭിച്ച പദ്ധതിയാണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, സോറി, ഒരു പദ്ധതിയല്ലോ, ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. CAG ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഓപ്പൺ ഡേറ്റ കിറ്റ്. കേട്ടോ, CAG ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ ഡേറ്റ കിറ്റ്. ഇനി ഈ ഓപ്പൺ ഡേറ്റ കിറ്റ് എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്തിനു വേണ്ടിയിട്ടാണ് CAG ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പൊതു ചെലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്താൻ. അപ്പൊ ഇങ്ങനെ നമുക്ക് പഠിച്ചൂടെ? പൊതു ചെലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്താനായിട്ട് CAG ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരെന്ത്? ഏതാണ്? ഓപ്പൺ ഡേറ്റ കിറ്റ്. ഓപ്പൺ ഡേറ്റ കിറ്റ്. വീണ്ടും നമ്മുടെ ഒരു വേദിയിലേക്ക് പോവുകയാണ്. 31ാമത് നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസിന്റെ വേദി. 31ാമത് ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസിന്റെ വേദി ചോദിച്ചാൽ ഭോപ്പാലാണ്. 31ാമത് നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? ഭോപ്പാലിലാണ്. അത് കിട്ടി. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് തീരദേശ പക്ഷികളുടെ സെൻസസ്. നിങ്ങൾ ഓർത്താൽ മതി, തീരദേശം എന്ന് പറയുമ്പോൾ കടലുള്ള സ്ഥലം, കൂടുതൽ കടലുള്ള സംസ്ഥാനം ഓർത്തു വെച്ചോണം. അപ്പൊ തീരദേശ പക്ഷികൾ എടുക്കാൻ വേണ്ടി കൂടുതൽ കടലുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്തിലല്ലേ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാ? ഗുജറാത്ത്. അപ്പൊ ആ ഗുജറാത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തീരദേശ പക്ഷികളുടെ സെൻസസ് എടുത്തത്. മനസ്സിലായോ? സെറ്റാണ്. ഇനി അടുത്തത് BSNL വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. BSNL വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് വിദ്യാമിത്രം, അല്ലെ? വിദ്യാമിത്രം. എന്താണ് വിദ്യാമിത്രം എന്ന് പറയുന്നത്? BSNL സൗജന്യമായിട്ട് ഫൈബർ കണക്ഷൻ നൽകാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാമിത്രം. ആർക്ക്? പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഫൈബർ കണക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് BSNL ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വിദ്യാമിത്ര. അതും സെറ്റാണ്. വിദ്യാമിത്ര ഓക്കെയാണ്. അടുത്തൊരു ചോദ്യം കേട്ടോ. പഞ്ചായത്തുകളിലെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഓൺലൈനായിട്ട് എടുക്കാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ അവർ കൊണ്ടുവന്നു. എന്താണ് ചോദ്യം? പഞ്ചായത്തുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ കെട്ടിടമൊക്കെ പണിയണമെങ്കിൽ പെർമിറ്റ് എടുക്കണം. അത്തരത്തിൽ പെർമിറ്റുകൾ ഓൺലൈനായി നൽകാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ അവർ കൊണ്ടുവന്നു. അതിന്റെ പേരാണ് സങ്കേതം. എന്താണ്? സങ്കേതം. നമ്മുടെ വീടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സങ്കേതമല്ലേ? അപ്പൊ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ആ സോഫ്റ്റ്വെയറിന്റെ പേരാണ് സങ്കേതം. ഇതാണ് സങ്കേതം. ഇത്രയും ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു അവാർഡാണ്, ചലച്ചിത്ര അവാർഡാണ്. 2025 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം കൊടുത്തു. ആ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഏത് ചിത്രത്തിനാണ് മികച്ച ലഭിച്ചത്? അവാർഡ് ലഭിച്ചത് ദി ബ്രൂട്ടലിസ്റ്റ്. ദി ബ്രൂട്ടലിസ്റ്റ്. കേട്ടോ, ഏതാണ്? ദി ബ്രൂട്ടലിസ്റ്റിനാണ് എന്ത് ചെയ്തത്? അവാർഡ് കിട്ടിയത്. ഒന്നുകൂടെ പറയാം. 2025 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നൽകി. അതിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഏത് ചിത്രത്തിനാണ്? ബ്രൂട്ടലിസ്റ്റ്. മനസ്സിലായി? ദി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിനാണ്. ബ്രോഡി കോർബൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ആ ചലച്ചിത്രം സംവിധാനം ചെയ്തത്. ആരാണ്? ബ്രോഡി കോർബൈറ്റ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. 2025 ഖോഖോ ലോകകപ്പ്. ആ 2025 ഖോഖോ ലോകകപ്പിന്റെ ചിഹ്നമാണ് നമ്മൾ പഠിക്കുന്നത്. ചിഹ്നം തേജസ്സും താമരയും. ചിഹ്നം എന്താണ്? തേജസ്സും താമരയുമാണ് എന്ന് ഓർത്തോണം. അപ്പൊ 2025 ഖോഖോ ലോകകപ്പിന്റെ ചിഹ്നം തേജസ്സും താമരയും. ഓക്കെ, ഇനി പറ, നിലവിൽ ISROയുടെ ചെയർമാൻ ആരാ? നിലവിൽ ISROയുടെ ചെയർമാൻ നമ്മൾ ഈ അടുത്ത സമയത്തും ISROയോട് ബന്ധപ്പെട്ട് ഏതോ ഒരു പദ്ധതി പഠിച്ചപ്പം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? ISROയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ അല്ലേ? അല്ലെ? നിലവിൽ ISROയുടെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു 63ാമത് സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരമാണ് അല്ലെ? ആ 63ാമത് സ്കൂൾ കലോത്സവത്തിന്റെ അല്ലെങ്കിൽ ആ കലോത്സവത്തിന്റെ വിജയി ആരെന്ന് ചോദിച്ചാൽ ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ
തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ. വിജയിച്ചത് ആരാണ്? തൃശ്ശൂർ. ഓക്കെ. അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ നിയമിച്ചു. തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ. ആ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ബി അശോക്. ആരാണ്? ബി അശോക് ആണ്. തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ബി അശോക് ആണ് എന്ന് ഓർക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാൽ നമുക്ക് ദേശീയ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ദേശീയ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇട്ട് തന്നില്ലയോ? അതിനകത്ത് ഇങ്ങോട്ട് ചോദ്യമില്ലായിരുന്നോ? ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ 9 അംഗ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷയാര്? അത് അഞ്ജു ബോബി ജോർജ് നമ്മൾ പഠിച്ച്. അഞ്ജു ബോബി ജോർജ് അല്ലെ? ഇവിടെ നമ്മൾ പഠിക്കുന്നത് ദേശീയ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് ബഗദൂർ സിംഗ് സാഗു. ആരാണ്? ബഗദൂർ സിംഗ് സാഗു. അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് സിക്കിമാണ് എന്ന് ഓർത്തോണം. ഇന്ത്യയിലെ ആദ്യത്തെ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് സിക്കിം. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, 2025 പ്രവാസി ഭാരതീയ ദിവസ് വേദി എവിടെയായിരുന്നു? ഭുവനേശ്വരായിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് 2025 പ്രവാസി ഭാരതീയ ദിവസിന്റെ പ്രമേയം എന്താണ്? പ്രമേയം ഇതാണ്: വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന. വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന. 2025 പ്രവാസി ഭാരതീയ ദിവസിന്റെ പ്രമേയമാണ് വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന. ഓക്കെ ആണ്. അടുത്ത ചോദ്യം, 2025 ബ്രിക്സിൽ അംഗത്വം ലഭിച്ച രാജ്യം ഏതാണ്? ചിലപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരാം. അന്താരാഷ്ട്ര സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ ഒരു ആനുകാലിക ചോദ്യമായിട്ട് ചിലപ്പോൾ എടുക്കാവുന്നേ ഉള്ളൂ. എന്തെന്നാണ്? 2025 ബ്രിക്സിൽ അംഗത്വം ലഭിച്ച രാജ്യം ഇന്തോനേഷ്യയാണ്. 2025 ബ്രിക്സിൽ അംഗത്വം ലഭിച്ച രാജ്യം. ഇത്ര ഓക്കെയാണ്. യെസ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒരു പദ്ധതിയാണ്, അതായത് ഒരു പദ്ധതിയല്ല, ഒരു ഉപകരണത്തെ പറ്റിയാണ് പറയുന്നത്. നാഡീ തരംഗിണി എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ AI പവേർഡ് പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണത്തിന്റെ പേരാണ് നാഡീ തരംഗിണി. മനസ്സിലായോ? അപ്പൊ AI പവേർഡ് പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണമാണ് നാഡീ തരംഗിണി. പ്രത്യേകത ഇത്രയേ ഉള്ളൂ, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ AI പവേർഡ് പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണമാണ് ഇത് നാഡീ തരംഗിണി എന്ന് ഓർത്തു വെക്കുക. ഇത്ര ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ യൂട്ടിലിറ്റി സ്കെയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒന്നുകൂടെ ചോദ്യം പറയാം, ഇത് വലിയൊരു ചോദ്യമാണ്. സിമ്പിൾ. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ യൂട്ടിലിറ്റി സ്കെയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ്. പക്ഷേ നമുക്ക് അത് പോരാ, ആ സ്ഥലത്തിന്റെ പേര് പഠിക്കണം. സ്ഥലത്തിന്റെ പേര് കിലോക്രി എന്നാണ് അല്ലെ? ഡൽഹിയിലെ കിലോക്രിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? വാണിജ്യ യൂട്ടിലിറ്റി സ്കെയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എവിടെയാണ്? കിലോക്രി. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം, എയ്റോ ഇന്ത്യ 2025. എയ്റോ ഇന്ത്യ 2000, അതായത് ഇന്ത്യയിലെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ നാവിക അഭ്യാസം ആണ് എയ്റോ ഇന്ത്യ എന്ന് പറയുന്നത്. ആ എയ്റോ ഇന്ത്യ 2025 വേദി എവിടെയാണ്? ബാംഗ്ലൂരാണ്. എയ്റോ ഇന്ത്യ 2025 വേദി എവിടെയാണ് എന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരാണ് എന്ന് ഓർക്കണം. എവിടെയാണ്? ബാംഗ്ലൂർ. ഇനി ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കുന്ന പദ്ധതി. ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കുന്ന പദ്ധതിയാണ് ജീനോം ഇന്ത്യ. ഏതാണ്? ജീനോം ഇന്ത്യ. ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കുന്ന പദ്ധതി ഏതാണ്? ജീനോം ഇന്ത്യയാണ് എന്ന് ഓർത്തോണം. ഏതാണ്? ജീനോം ഇന്ത്യ. അടുത്തൊരു ചോദ്യം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. ഹിമാചൽ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഹിമാചൽ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഈ സ്ഥാപനത്തിന് ആരുടെ പേരാണ് നിർദ്ദേശിച്ചത്? നമ്മുടെ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ പേരാണ് നിർദ്ദേശിച്ചത്. ആരാണെന്ന് അറിയാവോ? അത് മൻമോഹൻ സിംഗ്. അതായത് ഹിമാചൽ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആരുടെ പേരാണ് കൊടുക്കുന്നത്?
നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിന്റെ പേരാണ് കൊടുക്കുന്നത് എന്ന് ഓർക്കുക. ഓക്കെ ആണോടെ ഇത്രയും? അപ്പൊ ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഇനി നമുക്ക് ഇത് തീർന്നിട്ടില്ല. ഇനി ഒരു 2-3 ദിവസം എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് തീർക്കാൻ പറ്റൂ. അപ്പൊ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്കിത് മാക്സിമം എന്ത് ചെയ്യാവുന്നതാണ്, തീർക്കാവുന്നതാണ്.